ഈ പറയുന്ന CPM നേതാക്കളൊക്കെ തന്നെ നമ്മൾ നേരത്തെ അറിയാമല്ലോ, ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതാക്കൾ ഇതേപോലെ ഒരുപാട് പോക്സോ കേസുകളിലൊക്കെ തന്നെ പെട്ട് വലിയ വിവാദങ്ങളായ വിഷയങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ നസ്രീദും ഈ പരിപാടി ഇതിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ എതിർക്കപ്പെടേണ്ട സംഭവമാണെന്ന് പറയുമ്പോഴും കൊച്ചു പിള്ളേരെ വരെ ഇവർ പീഡിപ്പിക്കുകയും അത്തരം വളരെ മൃഗീയമായ ചില സമീപനങ്ങളാണ് ഈ പറയുന്ന ജനപക്ഷത്തിനൊപ്പം നിൽക്കുന്നതെന്ന് പറയുന്ന സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന, സ്ത്രീ സുരക്ഷ ഞങ്ങളുടെ എങ്ങോട്ട് കുത്തകയാണ്, ഞങ്ങളാണ് സ്ത്രീ സുരക്ഷയുടെ മൊത്തം അവകാശികൾ എന്നൊക്കെ പറയുന്ന പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഇവിടെ ഈ പറവൂരിലേക്ക് വരുമ്പോൾ ആ നടി പറഞ്ഞത് ഇതാണ്, ഇനിയും തനിക്ക് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടത്, അങ്ങ് തന്നെ അത് നിർബന്ധിതമാക്കരുത്, അത് ഭീഷണിയാണത്, ഒരു ബ്ലാക്ക് മെയിലിനെ പോലെയാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ലത്. അവർ നേരത്തെ ആദ്യം ആ ഒരു വെളിപ്പെടുത്തൽ നടന്നപ്പോൾ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ചില മെസ്സേജുകൾ അയച്ചു, അത് ഇയാള് നവീകരിക്കപ്പെടണം എന്നത് കൊണ്ടാണ് പറയുന്നത് പറഞ്ഞുകൊണ്ട് പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ ചൂണ്ടിക്കാണിക്കത്തില്ല, ഞാൻ തുപ്പിക്കാണിക്കാന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലെ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോഴും അവർ പറയുന്നത് ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്നൊക്കെ അവര് സാങ്കേതികമായിട്ട്, അത് സാങ്കേതികമായിട്ട് ശരിയാണ്, പേര് പറഞ്ഞില്ല എങ്കിൽ പോലും ആരാണെന്ന് ഈ എന്താണ് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ.